ഹായ് കൂട്ടുകാരെ, ഏതെന്നിലേക്ക് സ്വാഗതം. പ്രതിസന്ധി എന്ന രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നു. രാവിലെ പ്രഭാതത്തിൽ 5 മണിയാകുമ്പോൾ എണീക്കുന്നു. ഞാൻ തൊഴുത്തിൽ കയറി പശുവിനെയെല്ലാം അതിനെ ക്ലീൻ ചെയ്ത് തൊഴുത്തൊക്കെ വൃത്തിയാക്കി കഴിയുമ്പോഴത്തേക്കും വൈഫ് അടുക്കളയിലെ പണിയൊക്കെ തീർത്ത് ഞങ്ങൾക്ക് 2 പേർക്കുള്ള ഫുഡെല്ലാം റെഡിയാക്കി അവൾ കറവയ്ക്ക് വേണ്ടി വരും. ഇപ്പോൾ കൈക്കറവയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മെഷീൻ ഉണ്ടായിരുന്നു, അത് കേടായതുകൊണ്ട് ഇപ്പോൾ കറവ വളരെ ദുരിതത്തിലാണ്. 2-3 പശുവിനെ ഇപ്പോൾ കറക്കണം. ഇവളാണ് ഞാൻ 30 ദിവസം ആയ അഞ്ജലി എന്ന പേര് ഞങ്ങൾ വിളിക്കുന്ന ഞങ്ങളുടെ പശു. ഇവൾ പാറു. ഇവളിപ്പോൾ 9 മാസം ചേനയാണ്. ഈ മാസം 5-ാം തീയതിയോടുകൂടി അവൾ പ്രസവിക്കും. അപ്പുറത്തവള് ഇപ്പോൾ കുത്തി വെച്ചിട്ടുണ്ട്. അവൾക്കൊരു 10 ലിറ്റർ പാല് കിട്ടും. ഈ 3 പശുവിനും കൂടി അവളും പാറും കൂടി പ്രസവിച്ച് കഴിഞ്ഞാൽ ഒരു 50 ലിറ്റർ പാലാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 10 ലിറ്റർ വീടുകളിൽ കൊടുക്കുന്നു, ബാക്കി മിൽമയിൽ ഞങ്ങൾ പാലളക്കുന്നു. അതിൻ്റെ ആഹാര കാര്യങ്ങൾ ഓക്ക, പിണ്ണാക്ക്, തവിട് ഇതൊക്കെ പാലിൻ്റെ അളവിനനുസരിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ബ്ലോക്ക് പുല്ല് അത്യാവശ്യം കൃഷി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചക്കയൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നതുകൊണ്ട് കുറച്ച് ചക്ക, ഒരു 2-3-4 ചക്കയൊക്കെ വെട്ടിയെറിഞ്ഞ് ഒരു സമീകൃത ആഹാരമായിട്ട് പശുവിന് കൊടുക്കുന്നു. മാത്രമേ ഉള്ളൂ. സ്ഥലത്തിൻ്റെ പരിമിതിയാണ് പശു വളർത്തലിലേക്ക് വരുമ്പോൾ ഏറ്റവും ക്ലേശകരമായിട്ടുള്ള വിഷയമായിട്ട് വരുന്നത്. ഇവിടെ ഇതിൻ്റെ പെരയോട് ചേർന്നുള്ള കെട്ടാണ്. ഇതിനപ്പുറത്തേക്കുള്ള സ്ഥലം എൻ്റെ ജ്യേഷ്ഠൻ്റെ സ്ഥലമാണ്. അവിടെയാണ് ഞാൻ പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യുന്നത്. ഈ തൊഴുത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള പ്രതിസന്ധികൾ പറയുമ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം, ഈ തൊഴുത്തിനോടനുബന്ധിച്ച് ഒരു ചാണകക്കുഴി നിർമ്മിക്കണമെന്നുള്ള അന്ന് അപേക്ഷ കൊടുത്തപ്പോൾ പഞ്ചായത്തിൽ നിന്ന് നിർദ്ദേശം ഉണ്ടായിരുന്നു. അതനുസരിച്ച് ചാണകക്കുഴി ഉണ്ടാക്കിയതിന് ശേഷം ഇവിടെ വെള്ളം കെട്ടി നിൽക്കുകയാണ്. ഇത് ഭൂമിയിലേക്ക് താഴ്ന്നു പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു വലിയ കുഴിയെടുത്ത് വെള്ളം സ്റ്റോക്കാക്കാവുന്ന, മൂത്രവും പശുവിനെ കുളിപ്പിക്കുന്ന വെള്ളം കൂടി ഇവിടെ സ്റ്റോക്കാക്കാമെന്ന് കരുതി JCBക്ക് ഒരു വലിയ കുഴി ഇവിടെ നിർമ്മിക്കുകയുണ്ടായി. എന്നാൽ ഇതിലേക്ക് വെള്ളം വിട്ട് കഴിഞ്ഞപ്പോൾ ഏറെ സങ്കടകരമായ ഒരു അനുഭവം ഉണ്ടായി. ഞാൻ കുടിവെള്ളത്തിനായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിണറാണിത്. ഈ കിണറിലേക്ക്, അതിൻ്റെ നീരുറവയിലേക്ക് താണിട്ട് അപ്പുറത്തെ വലിയ കുഴിയിൽ ഉണ്ടായിരുന്ന വെള്ളമെല്ലാം കൂടി അരിച്ചരിച്ച് ഇതിനകത്ത് വന്നു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾ കുടിവെള്ളം അശുദ്ധമായി, ഇത് കുടിക്കാൻ കഴിയാത്ത വിധം ഉപയോഗശൂന്യമായി പോയി. അത് ഏറെ പ്രതിസന്ധി ഉണ്ടാക്കിയ ഒരു ഘട്ടമാണ്. അതിനെ തരണം ചെയ്യാൻ വേണ്ടി സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്തും 1,00,000 രൂപ കടം വാങ്ങിക്കൊണ്ട് ഒരു കുഴൽക്കിണർ ഈ പെരയോട് ചേർന്ന് ഇവിടെ അടിച്ചു. ദൈവാനുഗ്രഹം കൊണ്ട് സുലഭമായി ഇവിടെ വെള്ളം ലഭിക്കുന്നുണ്ട്. എനിക്ക് പശുവിനെ കുളിപ്പിക്കാനും എൻ്റെ വീട്ടാവശ്യത്തിനും പറമ്പ് നനയ്ക്കാനും അത്യാവശ്യം എൻ്റെ പച്ചക്കറി കൃഷിയിലേക്ക് ഈ വെള്ളം ഉപയോഗിക്കുന്നു. അത്യാവശ്യം അയലോകക്കാർക്ക് കൂടി വിതരണം ചെയ്യാൻ ഈ വെള്ളം സഹായിക്കുന്നുണ്ട്. വീണ്ടും ഒരു പ്രതിസന്ധി ഉണ്ടായി. ഈ ചാണകക്കുഴിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം മറ്റൊരാളുടെ സ്ഥലമാണ്. ആ സ്ഥലത്തിലേക്ക് ഇവിടുന്ന് വെള്ളം കവർ ചെയ്ത് പോകുന്നത് കൊണ്ട് ബുദ്ധിമുട്ടായ സമയത്ത് ആ നേരത്തെ ഉണ്ടായിരുന്ന വലിയ കുഴിയിലെ വെള്ളം കഴിഞ്ഞ വർഷം മുതൽ 2 വർഷം മുമ്പ് 3 വർഷം മുമ്പ് എൻ്റെ കിണർ അശുദ്ധമായതുപോലെ എലി എങ്ങാണ്ട് തുളച്ചിട്ട്, എലി ഞങ്ങളുടെ കരയ്ക്കൂടി എങ്ങാണ്ട് തുളയുണ്ടാക്കി. ഇത് ഒരു 100 മീറ്റർ അകലമുള്ളൂ. ആ കിണറിൽ ഈ ചാണകവെള്ളം ചെന്നു. അങ്ങനെ അയലോകക്കാരുടെ കുടിവെള്ളം മുട്ടിയപ്പോൾ അവരുമായിട്ട് നല്ല വാക്ക് പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ച് നമ്മുടെ കുഴൽക്കിണറിൽ നിന്ന് അവർക്ക് ആവശ്യമായ വെള്ളം നമ്മൾ തന്നെ എത്തിച്ചു കൊടുക്കാമെന്നുള്ള വ്യവസ്ഥയിൽ പ്രശ്നമുണ്ടാക്കാതെ 1 വർഷം കൂടി ഞങ്ങൾ കടന്നുപോയി. ഈ കടന്നുപോയ സമയങ്ങളെല്ലാം പശു വളർത്തലിൻ്റെ ഞങ്ങൾ അവസാനിപ്പിക്കണം എന്ന് വരെ ഭാര്യയെ ഞാനും കൂടി തീരുമാനിച്ചതാണ്. 1 വർഷം കൂടി നോക്കാം,
എന്തെങ്കിലും പ്രതിവിധി ഉണ്ടാകുമോ എന്ന് നമുക്ക് ആലോചിച്ച് നോക്കിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ നിർത്തിവെക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഞങ്ങൾക്കറിയാവുന്ന ബുദ്ധി ഉപയോഗിച്ച് ഈ ചാണകക്കുഴിയിലെ മൂത്രത്തിൻ്റെ ചാണകം തട്ടാനുള്ള ആ ദ്വാരങ്ങളെല്ലാം അടച്ചിട്ട് കുളിപ്പിക്കുന്ന വെള്ളവും മൂത്രവും ഒരു പൈപ്പിലൂടെ അല്പദൂരം സഞ്ചരിച്ച് ഈ കുടിവെള്ളം ഉപേക്ഷിച്ച കിണറ്റിലേക്ക് വിട്ട് പരീക്ഷിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ പരീക്ഷിച്ചതിന് ശേഷം ഈ വർഷം വേനൽ ആരംഭത്തിൽ അയൽവക്കത്തെ കിണർ, അശുദ്ധമായ കിണർ തേകി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അവിടെ പ്രശ്നമില്ലാത്തത് കൊണ്ട് വീണ്ടും അങ്ങനെയാണ് ഇപ്പോൾ ആ കിണറിലും കുഴപ്പമില്ല. എനിക്ക് കുഴൽക്കിണറുമുണ്ട്. അങ്ങനെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിച്ചു. ഇങ്ങനെ ഏത് തൊഴിൽ ചെയ്താലും പ്രതിസന്ധികൾ സ്വാഭാവികമാണ്. ആ പ്രതിസന്ധികളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അത് പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിലും ഏതെങ്കിലും വഴി തുറന്നു തരുമെന്നുള്ള ആ ആശയമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ നിങ്ങൾ ഏത് തൊഴിൽ മേഖലയിൽ പരാജയത്തിൻ്റെ വക്കിൽ അല്ലെങ്കിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ, ആ തൊഴിൽ മേഖലയിൽ തന്നെ വീണ്ടും സാധ്യതകൾ ഉണ്ടോ എന്ന് ബുദ്ധിപരമായിട്ട് ഉപദേശങ്ങൾ തേടിക്കൊണ്ട് ക്രിയാത്മകമായ രീതിയിലേക്ക് നമ്മുടെ പ്രവൃത്തികളെ കർമ്മനിരതമായി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ളതാണ് ഏതെൻ്റെ ആഗ്രഹം. അല്ലെങ്കിൽ തോൽവി ഒന്നിൻ്റെ ഒരു അവസാനമല്ല, അതൊരു തുടക്കമാകട്ടെ. ഈ വർഷം മുതൽ ഏതൻ പുതിയ സ്വപ്നങ്ങൾ കാണുകയാണ്. ഏതൻ എന്ന പേര് തന്നെ സമൃദ്ധി, മുന്നോട്ട് ഉള്ള സ്വപ്നത്തിൻ്റെ പേരാണ് ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഏതൻ ഫാം. ഇതാ എനിക്ക് 3 കിടാക്കളുണ്ട്. ഇവളെ ഒരു സുന്ദരി കിടാവാണ്, നല്ലൊരു ഇനമാണ്. നിന്നു പോകുമെന്ന് പ്രതീക്ഷിച്ച പശുഫാം. 3 കിടാക്കളുണ്ട്. ഇവരൊക്കെ ഇനി വലുതായി വളർത്തി ഇവരെ നല്ല തീറ്റ കൊടുത്ത് നല്ല രീതിയിൽ സംരക്ഷിച്ച് വന്നാൽ ഈ എൻ്റെ പഴയ കിണർ, ഉപയോഗശൂന്യമായ ഈ കിണർ സ്ലാവ് വാർത്ത് മൂടി അതിൻ്റെ മേലെ കൂടി തറ കെട്ടി ലോങ് ആയിട്ട് ഈ സ്ഥലത്തിൻ്റെ അതിര് വരെ ലോങ് ആയിട്ട് എടുത്തിട്ട് ഒരു 15 ഗർഭപശുക്കളെ വളർത്തണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ സ്വപ്നമാണ്. പരാജയപ്പെട്ടടുത്തുനിന്ന് തോൽവി മുന്നിൽ കണ്ട സമയങ്ങളെ ഇപ്പോൾ അതിജീവിച്ചിരിക്കുന്നു. ഇനി തുടർന്ന് അങ്ങോട്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ആത്മവിശ്വാസം ലഭിച്ചിരിക്കുന്നു. തേനും പാലും ഒഴുകുന്ന ഏതൻ ഇതാ ഈ തൊഴുത്തിനോട് ചേർന്ന്, ഈ പെരയോട് ചേർന്ന് 4 ചുറ്റിലും ഉള്ള സ്ഥലങ്ങളിലെല്ലാം ചെറുതേൻ കൃഷി ചെയ്തു വെച്ചിട്ടുണ്ട്. 1 ഇഞ്ച് സ്ഥലം വരെ കളയാതെ ഇതാ ആഴ്ചയിൽ ഒരു 15-20 കിലോ കോവയ്ക്ക പറിക്കാവുന്ന കോവൽ അതിനോട് ചേർന്ന് ഈ തൊഴുത്തിലെ വേസ്റ്റ് വെള്ളം കുളിപ്പിക്കുമ്പോൾ അത്യാവശ്യം അതിൻ്റെ ചൂട് നനയാനായിട്ട് അങ്ങോട്ട് വിട്ടു കൊടുക്കും. ഈ പെരയിരിക്കുന്ന 7 സെൻറ്റ് സ്ഥലത്തിലെ 1 ഇഞ്ച് വരെ ഞാൻ നഷ്ടപ്പെടുത്താതെ നോക്കും. പശു വളർത്തൽ ലാഭകരമാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ അനുഭവത്തിൽ എനിക്കിപ്പോൾ ലാഭകരമായി തോന്നുന്നു. 5 വർഷമായി തുടങ്ങിയ ഇതുപോലെ സാമ്പത്തികമായ മേഖലകളിലെല്ലാം കടം വാങ്ങി തുടങ്ങിയതാണ്. പ്രതിസന്ധികൾ ഉണ്ടായാലും ഇപ്പോൾ 2026 മാർച്ച് ആയപ്പോഴേക്കും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സാമ്പത്തിക കടങ്ങളും, ഈ പശുവിനെ വാങ്ങിയത്, കിണറടിച്ചത് എന്നിത്യാദി കടങ്ങളെല്ലാം അതിൻ്റെ വരുമാനത്തിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് വീട്ടാൻ സാധിച്ചു. ഈ വർഷം മുതൽ ഈ 4 പശുക്കളും അതിൻ്റെ കിടാക്കളും ഞങ്ങൾക്ക് ഒരു ബാധ്യതയില്ലാതെ ഞങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ട്.